ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാറ്റിൽ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് നിരവധിയിടങ്ങളിൽ വീട് തകർന്നിട്ടുണ്ട്. മാവൂർ തെനപ്പറമ്പിൽ രാമന്റെ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. സൗത്തരയങ്കോട് കൃഷ്ണൻ നായരുടെ വീടിന് മുകളിലേക്കും മരം കടപുഴകി വീണു. കൽപ്പള്ളി ആയങ്കുളത്ത് കള്ളിവളപ്പിൽ അബ്ദുറഹിമാന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഓടിട്ട വീടിന്റെ മേൽക്കൂര പാടെ തകർന്ന നിലയിലാണ്. 4-4.5 ഇടയിൽ ഓടി മൊത്തം പോയിട്ടുണ്ട്. കോഴിക്കോട് ഭാഗം പോയിട്ടുണ്ട്. അതായത് തളവ് വീട് നന്നായിട്ട് താഴെ ഭാഗത്തും വീടുണ്ട്. ഞങ്ങൾ ഇന്നലെ ആ സമയത്ത് സംഭവം നടക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ വീട്ടിലാരില്ല. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നമ്മൾ സർക്കാരുണ്ടാക്കി വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ആ സമയത്താണ് സംഭവം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇവിടെ വലിയ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ. മിക്കയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ആയങ്കുളം, പള്ളിയോൾ, വെള്ളലശ്ശേരി ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് വാഴകളാണ് ഇത്തരത്തിൽ നശിച്ചത്. വിഷു വിപണി ലക്ഷ്യമാക്കി വിളയിച്ച നേന്ത്രവാഴകളാണ് മിക്കയിടങ്ങളിലും നശിച്ചത്. അതായത് ഞാൻ തുടർച്ചയായിട്ട് ഒരു 25 വർഷത്തോളായി വാഴ കൃഷി ചെയ്യുന്ന കർഷകനാണ്. അപ്പോൾ ഇത്രയും ജാസ്തി വാഴ ഇന്നലത്തെ ഈ കാറ്റിനാണ് പോയത്. കാറ്റിനും മഴയ്ക്കും ഏതാണ്ട് ഒരു 15 വാഴയോളം ഇന്നലെ നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷു ആകുമ്പോഴേക്ക് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാഴയാണ്. ഈ വർഷമൊന്നും പ്രതീക്ഷിക്കേണ്ട നേന്ത്രവാഴയാണ് കൃഷി ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു കൊലച്ചിട്ടൊരു 10-30 ദിവസം ആവുന്നുണ്ട്. അത് വിഷുവാകുമ്പോഴേക്കുള്ള ആ ഇതിലാണ് പാകപ്പെടുക. അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഈ കാറ്റിന് ഇന്നലത്തെ ഈ കാറ്റിന് മുഴുവൻ നല്ല നഷ്ടമാണ്. ബാങ്കിന്നൊക്കെ ലോണൊക്കെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഇതുമൂലമുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറിക്കോ ഒന്നിനും ഉപയോഗിക്കാൻ ഒന്നിനും വിൽക്കാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. മരങ്ങൾ പൊട്ടി വീണതുമൂലം പല ഭാഗങ്ങളിലും രാത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. KSEB ജീവനക്കാർ കഠിന പ്രയത്നത്തിലൂടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. മരങ്ങൾ വീണ പലയിടങ്ങളിലും അഗ്നിരക്ഷാസേന എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. രുചി റെസ്റ്റോറന്റ്, ലെറ്റ് ദ ഫുഡ് സ്പീക്ക്, വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. ഖഡോഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.